ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ എല്ലാവരും ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഔഷധ കഞ്ഞി, അതായത് ഉലുവക്കഞ്ഞിയാണ്. അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഉലുവ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉണക്കലരി, പിന്നെ ഞവരരി, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഉലുവ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ കൂടെ ചെറുപയർ, അതുപോലെ മുതിര, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 2-3 വിസിലൊക്കെ മതിയാവും. ഇനി ഉലുവക്കഞ്ഞി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ ഉലുവയും അതുപോലെ ഞവരയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്ത ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തയ്യാറാക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകണ്ട, ഈ ഒരു പാകത്തിന് ഇരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കർക്കിടക മാസത്തിൽ പറ്റുന്നവരൊക്കെ ഉറപ്പായിട്ടും ഇതൊക്കെ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. ആദ്യത്തെ 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കുന്നതിൻ്റെ കണക്ക്. ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്കുണ്ടല്ലോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുട്ടുവേദന, കൈകാൽ കഴപ്പ്, സന്ധിവേദന, ഇതൊക്കെ ഒരു പരിധി വരെ മാറ്റി നിർത്താനും കഴിയൂട്ടോ. മാത്രമല്ല പാല് കൊടുക്കുന്ന അമ്മമാർക്ക് പാല് വർദ്ധിക്കാനായിട്ട് ഈ ഉലുവക്കഞ്ഞി വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഉണ്ടല്ലോ ഇതിലേക്ക് ഒരല്പം നെയ്യിൽ ഒരു ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയുടെയും നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഈ കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ അങ്ങനെ ചേർക്കാറില്ല. ഈ ഒരു ഉലുവയുടെ കയ്പും ഒക്കെ വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ കുടിക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഉലുവക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കർക്കിടകമൊക്കെയാണ് വരണത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പറ്റുന്നവരൊക്കെ ഇതുപോലെ ഉലുവക്കഞ്ഞിയോ ഔഷധക്കഞ്ഞിയോ ഒക്കെ തയ്യാറാക്കി കുടിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.